ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നായിക്കൊക്കെ എന്ത് വന്നിട്ട് അടുത്തത് നായിക്കൊപ്പോന്ന് തീരുമാനിച്ചാൽ മതി. നിങ്ങളെ സ്വന്തം പ്രവർത്തകര്, സംഘടനയുടെ ലീഡേഴ്സ് അവരൊക്കെ. ഹായ് ഫ്രണ്ട്സ്, അനസ് ബാബുരാണ് മദീനയിൽ നിന്ന്. ആദ്യത്തിന് ഉത്തരം പറയേണ്ടത് AP-കാരാണ്. നിങ്ങൾ എന്ത് സംഘടനന്റെ നേതൃത്വ സ്ഥാനമാണ് എന്നെ ഏൽപ്പിച്ചതെന്നുള്ളതിന്റെ മറുപടി നിങ്ങളാണ് പറയേണ്ടത്. പിന്നെ നൗഷാദിനോട് എനിക്ക് പറയാനുള്ളത്, നിന്നെ നായി എന്ന് വിളിച്ചത് നായകൾക്ക് വരെ അത് അപമാനമാവാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ നായകളൊക്കെ ചിലപ്പോൾ ഞാൻ ആ പേര് പറഞ്ഞ് എന്നെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം അതുപോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നീയൊക്കെ. പിന്നെ നീ എന്റെ ക്ലിപ്പുകൾ പല സ്ഥലത്തും ഇങ്ങനെ ഇട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഒന്നൊന്ന് ഫേമസ് ആവാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇപ്പം അതാണല്ലോ ട്രെൻഡ്, ആളുകൾ ഫേമസ് ആവണല്ലോ. അപ്പം ക്ലിപ്പ് ഞാൻ ഇഷ്ടം പോലെ തരാം, ഇഷ്ടം പോലെ ഇതൊക്കെ നന്നായിട്ട് ഇട്ടേണ്ടി കേട്ടോ ക്ലിപ്പ്. അപ്പം ആ ഒരു ദൗത്യം, എന്നെ ഫേമസ് ആക്കി തരുന്ന ദൗത്യം നീ ഏൽക്കണം. അപ്പൊ അത് പിന്നെ ഞാൻ നിന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞ് നീ പോയിട്ട് ഇവിടെ കയറെടുത്ത് തൂങ്ങി ചാകരുത് കേട്ടോ. കാരണം അത് പിന്നെ അതിന് കേസിനും ജാമ്യത്തിനും പോകാൻ കഴിയൂലെന്ന് വിചാരിച്ചിട്ടാണ്. എടാ ചെങ്ങായി, ഇതൊന്ന് ആലോചിച്ചോ. ഇജ്ജ് ഒരു ചുമരിന്റെ അടുത്ത് ചാരി നിന്നിട്ട് ഇജ്ജെന്റെ വലുപ്പം നീളമൊക്കെ നാളെ നോക്കേണ്ടി. ഇനി അറ്റ്ലീസ്റ്റ് ഒന്നും വേണ്ട, എന്റെ ചുറ്റും ഇരിക്കുന്ന കുറച്ച് ഹാമുക്കൾ ഉണ്ടല്ലോ, ഇവരോടൊന്ന് ചോദിച്ചു നോക്കി, ഒന്ന് വിലയിരുത്തുക. എങ്ങനെ അറിയാം? അല്ല, നമ്മളിത് ഇങ്ങനെ പറയുമ്പോൾ ഈ പൊതുസമൂഹം എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് ആരെങ്കിലും ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇത് നോക്ക്, കേരള യാത്രക്ക് 1000 രൂപക്ക് ബംഗാളികളെ വെച്ചെന്ന് പറഞ്ഞ ഒരു മല ബാക്കിനോട് പറയിപ്പിക്കണ്ട എന്നോട് കേട്ടോ. ഇത് ഈ സമയത്ത് ആ കേരള യാത്ര നടന്ന സമയത്ത് എൻ്റെ ഓർമ്മ, ഞാൻ KSRTC ഡ്രൈവറാണ്. അന്ന് വൈകുന്നേരം ഞാൻ തിരുവനന്തപുരം എത്തിയ സമയത്ത് അന്ന് എൻ്റെ കണ്ടക്ടർ ആയിരുന്ന ആള് ഒരു കാന്തപുരം ആയിട്ട് ഭയങ്കര വിരോധമുള്ള ഒരാൾ തന്നെ. പക്ഷെ അയാൾ വരെ അന്ന് പറഞ്ഞെന്താ അറിയോ, സംഗതി എന്താണെങ്കിലും ഈ സംഘടനാ വൈഭവം, ആളുകളെ സംഘടിപ്പിക്കാൻ ഇത്രത്തോളം ജനങ്ങളെ, അദ്ദേഹം ഞാനിത് കാണുകയാണ് ഞങ്ങൾ സർവീസിൽ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇത്രയും ജനങ്ങളെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രത്യേക ഒരു കഴിവ് അയാൾക്ക് ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും സമ്മതിച്ച. നീ പറയുന്ന ഈ വർത്താനം, നീ ഈ വേഷം കെട്ടിയിട്ട് സ്റ്റേജിൽ കയറി പറയുമ്പോൾ ഇത് കേൾക്കുന്നവരിൽ പല ആളുകളും ഇല്ലേ, ഇവർ മനസ്സിലാക്കൂല ഇവരെന്താണ് പഠിച്ചത്. അറ്റ്ലീസ്റ്റ് നിനക്കൊരു ബേസിക് ഇൽമുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യം പറയരുത്, ഏഷണി പറയരുത്, കിബർ പറയരുത്. ഇപ്പൊ നീയൊക്കെ ഉണ്ടല്ലോ പേരോടിനെ പറ്റിയിട്ടൊക്കെ നീ ഇങ്ങനെ ഭയങ്കര ഇതാക്കിയിട്ട് ഷെയ്ത്താൻ എന്നൊക്കെ പറയണ്ടോ. എടാ ചെങ്ങായി, പേരോടൊക്കെ അയാളെ കുടുംബ സ്വത്ത് കൊണ്ടാണ് അയാൾ വളർന്നു വന്നത്. അത് എനിക്ക് വിവരം. അയാളെ സ്വത്ത് എത്ര ഉണ്ട്, അയാൾ ആരാണെന്ന് നീ ആദ്യം കുറ്റിയാടി പോയി അന്വേഷിക്ക്. അന്റെ മാതിരി അന്യന്റെ തീട്ടം നക്കിയിട്ട് വളർന്നവനല്ല പേരോട്, അത് ആദ്യം മനസ്സിലാക്ക്. പിന്നെ നീ ഒരു കാര്യം, നിങ്ങളെ കുറച്ച് മശായിഖന്മാർ അല്ല, നീ ഈ വേഷം കെട്ടിയിട്ട് ഈ പബ്ലിക് സ്റ്റേജിൽ കയറിയിട്ട് പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ കാണുന്നില്ലേ? ഇത് പച്ച നോണ ഒന്ന്. പിന്നെ നിങ്ങളെ കുറച്ച് ഒരു ഷെയ്ക്ക് ഉണ്ടേനി, ഈ ഷെയ്ക്ക് എന്തിനാ, ഒന്നെങ്കിലും ഇവിടെ നിങ്ങളെന്തിനാ ഈ കപടത കാണിക്കുന്നത്? ഇവിടെ നിങ്ങള് ഷെയ്ക്ക് വെള്ള കുപ്പായും ഒല്ലും നീള തലേക്കെട്ടും കെട്ടിയിട്ട് ജനങ്ങളെ കബളിപ്പിച്ച് പൈസ ഉണ്ടാക്കി നോണ പറഞ്ഞിക്കാ. എന്നിട്ട് ഇവര് ദുബായിലും ഇവിടെ ചെന്നിട്ട് റിസോർട്ടും ഇതൊക്കെ എടുത്തിട്ട് ആഡംബര ജീവിതം നയിക്കുക. അതല്ലേ ഇത് അജ്മീറിലുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. ഒരു ബ്ലോഗർ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അന്നപ്പോണത്തെ ആൾക്കാർ. ഇവരെ പരിപാടി എന്താ, ഇവര് ദ്വാരനാലേ പടച്ചോൻ സ്വീകരിക്കുള്ളൂ. നമ്മളൊന്നും ദ്വാരനാല് ഒന്നും സ്വീകരിക്കൂല. ഈ നിൽക്കണ ഇവർക്ക് ദ്വാരക്കും. എന്നാലോ ഇവർക്ക് ദ്വാരക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 500, അതിന്റെ മേലൊക്കെ 1000, 2000, 5000 വരെ. എന്നിട്ടോ ഇവരെ മക്കളൊക്കെ പല യൂറോപ്യൻ രാജ്യങ്ങളിലാണ് പഠിക്കുന്നത്. ഇവർക്ക് വെക്കേഷന് പോകാൻ യൂറോപ്പിൽ സ്വന്തമായിട്ട് റിസോർട്ടുള്ള ആളുകളാണ് ഈ ചെയ്യുന്നത്. അവരെ ബിസിനസ് വളർത്തിയത്. അതുപോലെ തന്നെ ഇവര് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവര് ജീൻസും ഷൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് ഹൈ ടിപ്പ് ടോപ്പിലാണ് ഇവരൊക്കെ നടത്തും. ഈ സെയിം ഒരു പതിപ്പന്നല്ല ചെങ്ങായി എന്റെ ഔലിയ എന്ന് പറഞ്ഞ ആള് ചെയ്ത്. അയാൾ ഇവിടുന്ന് ഈ വേഷം കെട്ടി നടന്നിട്ട് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നിങ്ങളെന്തോ അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ പോയില്ലോ. അസംസ്കൃത വസ്തുക്കൾ എന്താ, ആ സാധാരണ ഇട്ടുന്ന ഡ്രസ്സ് പോയി ഇട്ടുപോയാൽ കിട്ടൂലേ? എന്നിട്ട് വേറൊരു കളർ ഡ്രസ്സും ഒരു ക്യാപ്പും, ഇതുപോലത്തെ ഒരു ക്യാപ്പും വെച്ചിട്ടല്ലേ പെണ്ണുങ്ങളെയും കൊണ്ട് നടന്നേനോ. ഇനി ഓൻ ഇടാതെ നടന്നാലോ, മൂപ്പര് ഇടാതെ നടന്നാലോ, അല്ലെങ്കിൽ എങ്ങനെ നടന്നാലോ അതിനൊന്നും നമുക്ക് വിരോധമല്ല. പക്ഷെ വിരോധം എവിടെ വരുന്നതെന്ന് വെച്ചാൽ തിരിച്ച് ഇവിടെ വിമാനം കയറി കോഴിക്കോട് ഇറങ്ങുമ്പോഴേക്ക് ഔലിയാകാണ്. അതാണ് വിഷയം. ഇത് ഔലിയ എന്ന് പറഞ്ഞ ഒരു സംഭവം നിങ്ങൾ നിരീശ്വരവാദികൾക്ക് പണി ഉണ്ടാക്കി കൊടുക്കാണ്. നിങ്ങൾക്ക് എന്ത് നിനക്കൊക്കെ ഇസ്ലാമിൽ
ഇസ്ലാമിൽ വല്ല വിശ്വാസമുണ്ടോ? നീയൊക്കെ ഈ ഇസ്ലാമിലേക്ക് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയ ആളാണ് നീയൊക്കെ. അത് ആദ്യം നീ മനസ്സിലാക്കുക. അതാണ് ഇവിടെ വിഷയം. അതായത് നിങ്ങൾ എന്ത് കെട്ടി പെണ്ണുങ്ങളെ കൊണ്ടൊഞ്ഞ് സ്വന്തം പെണ്ണ് മുമ്പ് എൻ്റെ ഔലിയന്റെ ഇതൊക്കെ കെട്ടിയിരുന്നു മുമ്പ് കാലത്ത്. മൂപ്പര് കല്യാണമൊന്നും കഴിക്കൂല, മൂപ്പർക്ക് അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല, മൂപ്പര് ലൗകിക എന്തോ ഒരു രീതിയിൽ മുഴുകിയിട്ട് ആ രീതിയിൽ ജീവിക്കാണ്. മൂപ്പരെന്തോ ഒരു കുതിര ഉണ്ടേനി, മൂപ്പര് അവിടെ കഞ്ചാവ് വലിച്ച് കാട്ട് കുതിർന്ന സമയത്ത് ഒരു കുതിര ഉണ്ടേനി. അപ്പൊ ആ കുതിര മൂപ്പരും കണ്ട് കേരളത്തിൽ കണ്ട് പോന്നാരെ കുതിര തിന്നില്ല. എന്നിട്ട് ആ കുതിരനെ കൊണ്ടുവരാൻ കുറെ കുതിരകൾ ഇവിടുന്ന് പോയിന്. അത് വേറെ വെച്ചാൽ ഞാൻ അന്നേ ഇതിനെ എതിർത്തിന്. അന്നേ എനിക്കറിയാം അത് കള്ളന്മാരാണ്, പാച്ച കള്ളന്മാരാണെന്നുള്ളത്. എന്നിട്ട് ആ കുതിരനൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ കുതിരനെ തൊട്ട് വന്ദിക്കലും കുറെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടേന്. ഇതിനൊക്കെ കുറെ AP-ക്കാർ പറയണം. ആവശ്യമില്ലാത്ത അംഗീകാരം, ആവശ്യമില്ലാത്ത ബഹുമാനം ഇതുപോലത്തെ കള്ളന്മാർക്ക് കൊടുത്തത് AP-ക്കാരാണ്. അത് AP-ക്കാർ തന്നെയാണ് ആദ്യം പറയേണ്ടത്. എന്നിട്ട് ഒരു വയോധികനായ ഒരു മനുഷ്യനൊക്കെ കൊയഞ്ഞ ബാപ്പ പേരോടെന്ന ഷെയ്ത്താന് അറ്റ്ലീസ്റ്റ് ചെങ്ങയെ ഈ പ്രായത്തിനെ മാനിച്ചിട്ടുള്ള ഒരു ബഹുമാനെങ്കിലും കൊടുത്തിട്ട് അങ്ങനെങ്കിലും സംസാരിക്കാനുള്ള ഒരു സംസ്കാരെങ്കിലും കാണിക്കണോ? ഇത്ര വലിപ്പല്ലേ, നിങ്ങളൊക്കെ കുറെ അന്യന്റെ നക്കി ഉണ്ടായതല്ലേ. അപ്പൊ ആ ഒരു മര്യാദെങ്കിലും കാണിക്കും. ഇത് പബ്ലിക് കാണുന്നുണ്ട്, ജനങ്ങൾ ഇത് വിലയിരുത്തുന്നുണ്ട്. അത് മനസ്സിലാക്കി. ഇത് ഞാൻ പറയണല്ല, എന്നെ അറിയണേ. ഇവിടെ പല ആളുകളും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എവിടേക്കാണ് നിങ്ങളെ പോക്ക്, എവിടേക്കാണ് നിങ്ങൾ AP-ക്കാരും ഈക്കക്കാരും ഇതൊന്നും നന്നാക്കാൻ നോക്കട്ടെ. എനിക്ക് എന്തെങ്കിലും ഇജ്ജി സ്വരീക്കത്താണോ, ഇജ്ജി ഇതാണെങ്കിൽ എന്റെ കാര്യമായിട്ട് നടക്കുക, അല്ലാതെ മറ്റുള്ളവന്റെ ഇറച്ചി തിന്നലല്ല. അതല്ല ഷെയ്ഖുമാരെ പണി, അതല്ല ഔലിയാക്കന്മാരെ പണി. അത് ആദ്യം നീ മനസ്സിലാക്ക്. എന്നിട്ട് നീ ക്ലിപ്പ് ഉണ്ടാകും ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ. ക്ലിപ്പ് ഇതൊക്കെ ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിയത് എനിക്ക് ക്ലിപ്പ് വേണമെങ്കിൽ. ആ ക്ലിപ്പിൽ ഞാൻ വേറെയും കുറെ കാര്യങ്ങളൊന്നും പറയാം. എന്താ എനിക്കവിടെ പൊന്താത്ത ഇടിജി ക്ലിപ്പല്ലോ. ഉളുപ്പ് എന്ന് പറഞ്ഞ കുറച്ച് ആ ഒരു സാധനം തരോ, അത് ഊരിലും പുതിലും ഉണ്ടായില്ല. എന്നാല് ഉളുപ്പ് ഇങ്ങനെ തെളിക്കുമ്പോ അതിന്റെ ഒരു അംശം മേത്തേക്ക് തെറിച്ചിട്ടുള്ള ആ ഒരു ഇത് പോയെങ്കിലും അറ്റ്ലീസ്റ്റ് നീ കാണിക്കണം. ഓക്കെ, ബൈ. ഈ ക്ലിപ്പ് ഇട്, ബാക്കി ഞാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാകും, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് അങ്ങ് കണ്ണ് ചുമ്മി തുറക്കുന്നതിന്റെ മുമ്പ് ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞ ഒരു വിഷയം പേരോട് ഉസ്താദ് അവതരിപ്പിക്കുമ്പോൾ പേരോട് ഉസ്താദ് പറഞ്ഞിരുന്നു, ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ഇസ്മുൽ ആദം ചൊല്ലി പ്രാർത്ഥന നടത്തി, അങ്ങനെ അല്ലാഹു തആല അത് അവിടെ കൊണ്ടുവന്നു എന്ന്. അതിനെ പരിഹസിച്ചുകൊണ്ട് ഒരു ദുആ സമ്മേളനം തന്നെ അവിടെ നടത്തി എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പേരോട് ഉസ്താദിനെ പരിഹസിച്ചുകൊണ്ട് കാട്ടുവളപ്പിൽ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടിരിക്കാണ്. കണ്ണ് ചെമ്മി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവന്നു. അയാളെങ്ങനെ അവതരിപ്പിക്കുന്ന രൂപമുണ്ട്. എങ്ങനെ വെച്ചാല് ആസഫിന് ബർഖിയനോട് ഈ സുലൈമാൻ നബി ചോദിക്കാണ് ആ സിംഹാസനം കൊണ്ടുവരണം. ഉടനെ മൂപ്പര് ഇസ്മുൽ ആലം ചൊല്ലിയിട്ടൊരു ദുആ നടത്തിയതാണ്. ആ ദുആ നടത്തിയപ്പോ അള്ളാഹ് അങ്ങോട്ട് എത്തിച്ചു കൊടുത്തു. ശ്രദ്ധിക്കണേ, അവിടെയും അള്ളാഹ് ആസഫിന് ബർഖിയക്ക് കഴിവ് കൊടുത്ത് ആസഫിന് ബർഖിയ കൊണ്ടുവന്നു എന്ന് പറയാനുള്ള മടി കൊണ്ട് അത് നേരെ അള്ളാഹ് കൊണ്ടുവന്നു എന്നാക്കിയിട്ട് മൂപ്പര് അവിടെ ഒരു ദുആ സമ്മേളനം നടത്തിയിട്ടുള്ളൂ എന്നുള്ളതിലേക്ക് കൊണ്ടുപോവാണ്. ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ഇസ്മുൽ ആദം ചൊല്ലി ദുആ ചെയ്തു, ഒരു ദുആ സമ്മേളനം തന്നെ നടത്തിയെന്നാ പറഞ്ഞത്. വീണ്ടും പറയണ്ട, കൂടി കേക്ക് ഇൻഷാ അല്ലാഹ് എന്നിട്ട് പറയാം. അപ്പൊ മൂസാ നബി സുലൈമാൻ നബി എന്നാ കൊണ്ടുവരി പറഞ്ഞപ്പോ മൂപ്പര് അൽ ഫാത്തിഹ. എത്ര സമയം കണ്ടാ കൊണ്ടുവന്ന് കണ്ണ് ചെമ്മി തുറക്കുന്നതിന് അൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ ആ ടൈം കഴിഞ്ഞു പോയും. അൽ ഫാത്തിഹ ഒരു യാസീനും പിന്നെ ഒരു സ്വലാത്തൊക്കെ ചൊല്ലി ദ്വായർന്ന് അങ്ങനെ അങ്ങോട്ട് എത്തിയതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എവിടേക്കാണ് ഈ പോക്ക്? ഒരു തനി ജാഹിൽ തന്നെയാണ് ചങ്ങായി, ഒരു വിവരം പറഞ്ഞില്ല. ദർസുകളിൽ ഓതി പഠിക്കുന്ന ജലാലയിനി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ജഹാലത്ത് പറയില്ല. അൽ ഫാത്തിഹ ഉൾത്തണല്ലപ്പോ മഹാന്മാരായ ഔലിയാക്കളുടെ അടുക്കൽ ചെന്നൊരു വിഷയം പറഞ്ഞാൽ അവർ ഫാത്തിഹയും യാസീനും ഖുൽഹുവല്ലാഹു ഓതിയിട്ട് പറയണോ? എവിടുന്ന ഈ ജാഹിൽ നീച്ചന്നെ? ഔലിയാക്കൾ ആരാണെന്നും അവരെ മഹത്വം എന്താണ് എന്നും ലൗ അഖ്സമ അലല്ലാഹി ലാ ബറ ഇതൊന്നും പഠിച്ചിട്ടില്ല ജാഹില്. എന്നിട്ട് പേരോട് ഉസ്താദ് പറഞ്ഞേരെ ഗണ്ണിക്കാൻ വരോന്. പേരോട് ഉസ്താദ് പറഞ്ഞതെന്ന് കേട്ടിരിക്കുക നിങ്ങൾ. സിംഹാസനം എത്തി. നിങ്ങൾ ആലോചിക്കണം എങ്ങനെ എത്തി ആ സിംഹാസനം. എത്രയോ നൂറുകണക്കിന് കിലോമീറ്ററുകളുള്ള സിംഹാസനം എങ്ങനെ എത്തി? ആ റൂമിന്റെ ഉള്ളിൽ നിന്ന്, കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന്, ആ പൂട്ടുകളിലൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് എങ്ങനെ എത്തി? അവിടെയാണ് ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ആകാശങ്ങളെയും ഭൂമികളെയും മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബ്. ആ റബ്ബിന് കഴിയാത്തതൊന്നുമില്ല. ആ റബ്ബാണ് ഔലിയാക്കൾക്ക് കറാമത്ത് നൽകുന്നത്. ആ റബ്ബാണ് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് നൽകുന്നത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല
ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു അതേ അൽ ഇസ്മുൽ ആദം എന്ന് പറയുന്ന പടച്ചവന്റെ മഹത്തായ നാമം ഉച്ചരിച്ച് ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ അതവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. കേട്ടില്ലേ? ബഹുമാനപ്പെട്ട ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ഇസ്മുൽ ആദം ഉച്ചരിച്ച് പ്രാർത്ഥന നടത്തിയപ്പോൾ ബിൽഖീസ് രാജ്ഞിയുടെ ആ സിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലെത്താണ്. ഇത് ഏതെല്ലാം തഫ്സീറുകളിലുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് പള്ളി ദർസുകളിലൊക്കെ ഓതിക്കൊടുക്കുന്ന ആ ജലാലൈനിയിൽ ഈ വിഷയം പറയുന്നുണ്ട്. എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അതിങ്ങനെ വിശദീകരിച്ചിട്ട് അവിടെ പറയുന്നുണ്ട് ഫഫീ നദരിഹി ഇലസ്സമാ. ബഹുമാനപ്പെട്ട ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു ആകാശത്തിലേക്ക് നോക്കുന്ന അവസരത്തിൽ ആസഫു ബിൽ ഇസ്മിൽ ആദം, ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു ഇസ്മുൽ ആദം കൊണ്ട് ദ്വാർന്നു. ആസഫുന ആസഫ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു ബിൽ ഇസ്മിൽ ആദം, ഇസ്മുൽ ആദം കൊണ്ട്. എന്തിനെ? അയ്യതി അല്ലാഹു ബിഹി, അല്ലാഹു ആ സിംഹാസനം കൊണ്ടുവരാൻ. എന്നിട്ട് എന്തുണ്ടായി? ഫഹസല, അതുണ്ടാവുകയും ചെയ്തു. അല്ലാഹു തആല സിംഹാസനം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ എത്തിച്ചു. ഇത് ജലാലൈനിയാണ്. ഇതേ വിഷയം തഫ്സീർ തബരി അവിടെ കാണാം. ഫദഅ ബിൽ ഇസ്മിൽ ആദം, ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ഇസ്മുൽ ആദം കൊണ്ട് ദുആ ചെയ്തു. ഇതന്നല്ലേ പേരോട് ഉസ്താദും പറഞ്ഞത്. എന്ന് മാത്രമല്ല ആ തബരിയിൽ പറയുന്നുണ്ട് ഫഫിൽ കലാമി മത്റൂഖുൻ, ഈ കലാമിൽ ഒരു മഹദൂഫ് ഉണ്ട്. അതെന്താ? വഹുവ ഫദഅല്ലാഹ ഫഅതാ ബിഹി. കണ്ടില്ലേ? ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ ഫഅതാ ബിഹി, ആരാ കൊണ്ടുവന്നത്? അല്ലാഹുവിനാണ് കൊണ്ടുവന്നത്. അല്ലാഹു കൊണ്ടുവന്നു എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞപ്പോ കാട്ടുവളപ്പിൽ നൗഷാദ് അവിടെ പരിഹസിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഫഅതാ ബിഹി, അല്ലാഹു തആല അങ്ങനെ അത് കൊണ്ടുവന്നു. തഫ്സീർ തബരിയാണ്. ഇനി തഫ്സീർ ബഹറുൽ മുഹീത്തിൽ ഇതേ വിഷയം. ഫലമ്മാ റആഹു മുസ്തഖറൻ ഇൻദഹു, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹറുൽ മുഹീത്തിൽ പറയുന്നു ഫിൽ കലാമി ഹദ്ഫുൻ, ഈ കലാമിൽ ഒരു കളയലുണ്ട്. തഖ്ദീറുഹു, ആ കളഞ്ഞതിനെ സങ്കല്പിക്കല് ഫദഅല്ലാഹ ഫഅതാ ബിഹി. കണ്ടില്ലേ? ഫദഅല്ലാഹ, ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഫഅതാ ബിഹി, അങ്ങനെ അല്ലാഹു തആല ആ സിംഹാസനം കൊണ്ടുവന്നു. ഇങ്ങനെ എത്ര തഫ്സീറുകളിലുണ്ട്. ഇതൊന്നും കാണാതെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ ഗണ്ണിക്കാൻ വന്നതാ. ജാഹിൽ എന്നല്ലാതെ അവനെ പറ്റി എന്താ പറയാ?